സ്വാമിയെ ശരണമയ്യപ്പ. ഈ വരി പാടി വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടില്ല. കാരണം ഒന്നല്ല, പാടി വിട്ട് കഴിഞ്ഞ് ആദ്യം തന്നെ ഇത് പറയാതെ ഞാനിപ്പോൾ ഇങ്ങനെ വോയിസ് വിടാതെ, കാരണം എനിക്കും എല്ലാം അറിഞ്ഞിട്ടല്ല, അറിയാത്തവരുണ്ടാവും, ഇപ്പോൾ അറിയുന്നവരുണ്ടാവും. ശബരിഗിരിനാഥൻ അയ്യപ്പസ്വാമി, ശ്രീ അയ്യപ്പസ്വാമി പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കരുതുക. ശ്രീ അയ്യപ്പസ്വാമി, ശരി, അയ്യപ്പസ്വാമി. ഓക്കെ. അയ്യപ്പസ്വാമിയുടെ മുന്നേ ഒരു മുനി തപസ് ചെയ്തിരുന്നു. ശബരി എന്നാണ് ആ മുനിയുടെ പേര്. അപ്പോൾ ഈ സമയത്ത് ആ സമയങ്ങളിലത്തെ കൂട്ടം മാത്രമല്ല, ഞാൻ എല്ലാ പ്രാവശ്യം മലക്ക് പോകുമ്പോൾ ഈ മലകൾക്ക് എത്ര ഭാഗ്യം ചെയ്ത മലകളാണ് നമ്മുടെ ശ്രീ അയ്യപ്പസ്വാമി ഇരിക്കുന്ന മലകൾ. കാരണം ശരണമന്ത്രങ്ങൾ എപ്പോഴും കേട്ട് ഇരുന്ന് അവിടെ എല്ലാ ജീവജാലങ്ങളും എല്ലാതും ശരണമന്ത്രങ്ങളിലൂടെ, മലകളൊക്കെ ഉണ്ടെങ്കിലല്ലേ നമ്മൾക്കൊരു ഇതുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചു പോയി, അവിടെ മലകൾ ശബരിമുനി എന്ന മുനി തപസ് ചെയ്തിട്ട് മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ ആ മന്ത്രങ്ങളുടെ കൂടെ ഈ മലകളും മന്ത്രിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഏതൊരു കാലഘട്ടത്തിലും ആ ഒരു മന്ത്രങ്ങൾ, അതായത് നമ്മൾ തപസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കാലപരിധി ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞാൽ, ആ മുനിയുടെ കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ശരണം വിളി കേൾക്കാൻ അതിനുള്ളൊരു ഇത് ആ മലകൾക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അതായത് അവിടെ ആ മന്ത്രം കൂടിയും, ആ മന്ത്രത്തിൽ കൂടെ തന്നെ മുനിയോട് അഭയം വരുന്നു. കാരണം ഞങ്ങൾക്ക് ഇനിയും കേട്ടുകൊണ്ടിരിക്കണമെന്ന്. അങ്ങനെ ആണ് കവിയുടെ മനസ്സിൽ വരുന്ന അറിയില്ല. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ശ്രീ അയ്യപ്പ, അങ്ങനെയല്ല ചരിത്രങ്ങളിൽ ഇതല്ലെങ്കിലും കവിയുടെ ഒരു രൂപത്തിൽ, ഭാവനയിൽ വരുന്നതാണ്. അപ്പോൾ ഈ മുനിയോട് ഈ മലകൾ, 18 മലകളും ഇനിയും കലിയുഗ വരദനാണല്ലോ ശ്രീ അയ്യപ്പസ്വാമി. നമ്മളൊക്കെ കലിയുഗത്തിലാണ്. കലിയുഗത്തിൽ ഇനിയും ഈ ശരണമന്ത്രങ്ങളെ ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരുവാൻ ആ ഒരു മന്ത്രം ഉരുവിട്ടാണ്. അതായത് പറഞ്ഞിരുന്നു. കാരണം അവരുടെ പിടിച്ചു നിൽപ്പാണ് നമ്മുടെയും. നമ്മൾ സാധാരണ എഴുതുമ്പോൾ നമ്മളല്ലെങ്കിൽ പാടി വിടുന്നതെല്ലാം നമ്മൾ സ്വാമിയെ നമ്മളെ കാക്കണേ, നമ്മളെ പല വരികളായിട്ടാണ് വരിക. ഇത് ശരിക്കും പറഞ്ഞാൽ മലകളും അവിടുത്തെ അരുവികളും അവിടെ എല്ലാ ജീവജാലങ്ങളും സ്വാമി അവിടെ വന്നിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് എഴുതിയത്. കാരണം അത്രത്തോളം അവിടെ പുണ്യം ചെയ്ത മലകളാണ്. 18 മലകളും 18 പടികൾ കൂടാൻ 18 മലകളൊക്കെ പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ കവിയുടെ മനസ്സിൽ വന്നാൽ അറിയില്ല. ഞാൻ ആ സമയത്ത് എന്തായാലും പിന്നെ കവി എന്ന് പറഞ്ഞാൽ എഴുത്തുകാരെ കവി എന്ന് ഉദ്ദേശിച്ചാട്ടോ. ഞാനൊരു കവിയാകുന്നത് അത്ര വലിയതല്ല, ചെറിയൊരു ഇത്. അപ്പോൾ അങ്ങനെ മനസ്സിൽ വന്നപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അതാണല്ലോ സത്യം. ഇപ്പോഴും കലിയുഗത്തിൽ ഇനി തുടർന്നും പോയി ഇരിക്കുകയാണ്. അപ്പോൾ ആ മലകൾ പ്രാർത്ഥിച്ചതിൻ്റെ തന്നെയാണ് അവിടെ സത്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വരികളാണ് ഞാൻ ഈ പാടാൻ പോകുന്നത്. അപ്പോൾ നമസ്കാരം. പണ്ടൊരു മലയിൽ ശബരി തപസനുഷ്ഠിച്ചു ധ്യാനമന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ ആ മുനിയുടെ തപമിളകാതെ മന്ത്രമുരുവിട്ടു 18 മലകൾ. കലിയുഗപ്പിറവിയിൽ ഇവിടെ ഈ ശരണമന്ത്രധ്വനികൾ ഇനിയുമുണരാൻ 18 മലനിര ശബരിയോടഭയമരുളി ആ മന്ത്രം. സ്വാമിയെ ശരണമയ്യപ്പ, ശബരിഗിരിയിൽ വരുവയ്യപ്പ, വനമൊരു വരമായി മലകളെ കാത്തു കലിയുഗത്തിൽ വാഴുവയ്യപ്പ. സ്വാമിയെ ശരണമയ്യപ്പ, ശബരിഗിരിയിൽ വരുവയ്യപ്പ, വനമൊരു വരമായി മലകളെ കാത്ത് കലിയുഗത്തിൽ വാഴുവയ്യപ്പ. തെളിനീരൊഴുകി
തെളിനീരൊഴുകി പമ്പ സ്നാനശുദ്ധിയിൽ ശരണമന്ത്രമുയരാൻ കലിയുഗ വരദൻ്റെ പിറവി കണ്ടൊഴുകുന്ന നദി പമ്പയിൽ ശരണമന്ത്രമേൽക്കാൻ തെളിനീരൊഴുകി പമ്പ സ്നാനശുദ്ധിയിൽ ശരണമന്ത്രമുയരാൻ കലിയുഗ വരദൻ്റെ പിറവി കണ്ടൊഴുകുന്ന നദി പമ്പയിൽ ശരണമന്ത്രമേൽക്കാൻ സ്വാമിയെ ശരണമയ്യപ്പ പമ്പയിൽ നീ വരുവയ്യപ്പ മലയിലെ നീരുറവയിൽ ജീവകണികകൾ കാക്കുവയ്യപ്പ സ്വാമിയെ ശരണമയ്യപ്പ പമ്പയിൽ നീ വരുവയ്യപ്പ മലയിലെ നീരുറവയിൽ ജീവകണികകൾ കാക്കുവയ്യപ്പ ഉത്രനക്ഷത്രം പൊൻതിളക്കമായി വന്നുദിച്ചൊരീ പന്തളം കാട് മലനിരകളും മകരജ്യോതിയും പൊൻവിളക്കുമായി മലനിറുകയിൽ മല കാത്തിരുന്ന മണികണ്ഠനയ്യൻ്റെ ഇരുമുടിക്കെട്ടിൽ മന്ത്രമായി വന്നു പുലിയാന വന്യമൃഗജീവജാലങ്ങൾ വഴിമാറിടുന്ന ശരണം വിളി ഭക്തിയോടെ മല കയറിടുന്ന ജനലക്ഷലക്ഷമായി ശരണങ്ങളും തൃപ്തരായി മല സ്വപ്നമോഹങ്ങൾ പൂവണിഞ്ഞ ശരണം വിളി തൃപ്തരായി മല സ്വപ്നമോഹങ്ങൾ പൂവണിഞ്ഞ ശരണം വിളി.